ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ 𝙂𝙗𝙗 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ കുറേ കാലമായിട്ട് ശരിക്കും നമ്മൾ ആക്ച്വലി BSNL ഫൈബറിൻ്റെ ഒരു സ്പീഡ് ടെസ്റ്റും അതേപോലെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോൾ കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് തന്നെ ഒരു 2 കൊല്ലം ആയിട്ടുണ്ട്. 2 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളൊരു 2 ഇയർ എക്സ്പീരിയൻസുമായിട്ട് നമ്മൾ എക്സ്പീരിയൻസിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കാണാത്തപ്പോൾ കാണാൻ ഞാൻ മുകളിൽ കൊടുക്കാം. ഓൾമോസ്റ്റ് 2 ഇയർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്പീഡ് എങ്ങനെ ആദ്യത്തെ പോലെ നമ്മുടെ സ്പീഡ് കിട്ടണമെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പ്ലാൻ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 599 പ്ലാനാണ്. ആക്ച്വലി ഇതിന് മുമ്പ് നമ്മൾ എടുക്കുമ്പോൾ ഒക്കെ 777 എന്നൊരു പ്ലാനായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 779 മാറ്റിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 599 വന്നത്. ഇപ്പോൾ 599 ഇപ്പോൾ കുറേ കാലമായിട്ട് ചെറിയൊരു സൗണ്ട് കേട്ടിട്ടുണ്ടാവട്ടെ. 599 ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 60 MB പ്ലാനാണ്. മാസം 3300 GB. അതേപോലെ നമ്മുടെ 3300 GB കഴിഞ്ഞാൽ 2 MB/s ആവും. അത് പിന്നെ ആവാറില്ല. എൻ്റെ ഇതുവരെ മാക്സിമം ഒരു 800 GB ഒക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു സ്പീഡ് ടെസ്റ്റ്. അത് നോർമൽ സ്പീഡ് ടെസ്റ്റ് അല്ല, നമ്മൾ റിയൽ ടൈം സ്പീഡ് ടെസ്റ്റ് ആണ്. നമ്മൾ റിയൽ ടൈം ആയിട്ട് ഒരു സംഭവം ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അത് 5 GB ഒരു ഫയൽ, 5 GB അല്ലെങ്കിൽ 5.5 GB ഒരു ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് Windows 11 ISO ഇമേജ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എത്ര സ്പീഡ് കിട്ടുന്നത് ഡൗൺലോഡ് സ്പീഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് കുറേ പേർക്ക് സംശയമായിരിക്കും. നമുക്കിപ്പോൾ 60 MB/s ആണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ 60 MB/s കിട്ടുമെന്ന് വിചാരിച്ചിരിക്കും. ശരിക്കും അങ്ങനെയല്ല. ഡിവൈഡഡ് ബൈ 8 ബിറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു 5 to 6 MB/s ആണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ സ്പീഡ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ നമ്മൾ ചെറിയൊരു ഫയലും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഫയൽ ഓൾറെഡി എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മുടെ ഗിവ് കാണാത്തൊരു പോയി കാണാൻ പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യട്ടെ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മളൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാത്തിനും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഓൾറെഡി നമ്മുടെ ക്രോമും കാര്യങ്ങളൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്രോമിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ സ്പീഡ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സ്പീഡ് ടെസ്റ്റ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫയലൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഗൂഗിളിൽ നോക്കി നോക്കാം. ഫ്രണ്ട് സ്പീഡ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടുപോകുന്നത് നമുക്ക് 90 ഒക്കെ പോകണം. എൻ്റെ പ്ലാൻ 60 ആണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും അത് ലിമിറ്റിലേക്ക് വരും. കൂടി പോയാലും ലിമിറ്റിലേക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് ആ ലിമിറ്റിൻ്റെ റേഞ്ചിൽ വന്ന് നിൽക്കും. ഒരു 67 കാണിക്കുന്നത്. ഇപ്പോൾ അപ്ലോഡും സെയിം അതേപോലെ തന്നെ 100-90 അടുത്ത് പോയിട്ട് ഒരു ബാക്കിലേക്ക് വരികയാണ്. ഒരു ഏകദേശം 60 ഇതേ റേഞ്ചിൽ തന്നെ വരും. 67-70 റേഞ്ചിൽ തന്നെ വരും. അപ്പോൾ നമുക്ക് കിട്ടിക്കുന്നത് 67.7 MB/s ഡൗൺലോഡും 71.2 MB/s അപ്ലോഡാണ് കിട്ടിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. എനിക്ക് ലാറ്റൻസി കിട്ടിക്കുന്നത് 13 ms ആണ്. അപ്പോൾ കുറവാണ്. അപ്പോൾ എന്നോട് എഴുതിയിട്ടുണ്ട് യുവർ ഇൻ്റർനെറ്റ് കണക്ഷൻ ഈസ് വെരി ഫാസ്റ്റ്, ഷുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് 60 MB/s 599 പ്ലാനാണ് കേട്ടോ. ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2 ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കാറില്ല. ഫസ്റ്റ് നമ്മൾ എടുത്ത സമയത്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഭയങ്കര ബോധവും കാര്യങ്ങളൊക്കെ ആയിരുന്നത്. പിന്നെ നമ്മളൊരു മാക്സിമം 2-3 മാസം തന്നെ ചെയ്തുള്ളൂ. അതിന് ശേഷം പിന്നെ ഞാൻ ഇപ്പോഴാണ് നോക്കുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ അതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഞാൻ അടുത്തത് നമുക്ക് ഊക്ലയിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണ്ടത് ഗൂഗിളിൻ്റെ ഇതിലായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഊക്കളയിലും ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ വരുന്നത് കൊച്ചിയിലത്തെ ഒരു സെർവറാണ് വരുന്നത്. ടെലിഗസ് നെറ്റ്വർക്ക്സ് കൊണ്ട് ഒരു കൊച്ചിയിലത്തെ ഒരു സെർവറാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് BSNLൻ്റെ പേര് കാണാം. പിന്നെ സെർവറും കാണാം. അപ്പോൾ ഇതിലും അതേപോലെ തന്നെ ഒരു 90യുടെ അടുത്ത് പോയിട്ട് പിന്നെ കുറഞ്ഞ വരെയായിരിക്കും. 92 വരെ പോയി. ഇതിൽ വന്നേക്കുന്നത് പിങ് 21 ഉണ്ട്. നേരത്തെ നമുക്ക് വന്നിട്ട് 13 ആണ്. ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ മാക്സിമം പിങ് വരാറുള്ളത് 20-21 ആ റേഞ്ച്, മാക്സ് 15 വരാറുള്ളത്. അത്ര കൂടാറില്ല. ആദ്യം നല്ല അത്യാവശ്യം ഒരു 40-50 ഒക്കെ വരാറുണ്ട് നമ്മളെടുത്ത സമയത്ത്. പിന്നെ എനിക്ക് പിങ് വലിയ പ്രോബ്ലം ഇല്ല. എന്ന് വെച്ചാൽ ഗെയിംസും സംബന്ധിച്ചൊക്കെയാണ് നമുക്ക് പിങ് ഒരു 40 വലിയ പ്രോബ്ലം. എന്തായാലും പ്രശ്നം വരും ചില ഗെയിംസുകൾക്ക്. എനിക്ക് പിങ് അത്ര എഫക്റ്റ് ഇല്ല. നമുക്കിപ്പോൾ ഡൗൺലോഡ് കിട്ടിക്കുന്നത് 66.84 അപ്ലോഡ് 67.7 നമുക്ക് പിങ് കിട്ടിക്കുന്നത് 21 ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് പിങ് ഇത് 20യുടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് പിങ് ആണ് സത്യം പറഞ്ഞാൽ. പിന്നെ എനിക്ക് പിങ് വലിയ പ്രോബ്ലം ഇല്ല. അപ്പോൾ പിങ് ഗെയിംസിനാണ് അത്യാവശ്യം മെയിൻ പ്രോബ്ലം വരിക പിങ്ങിന്. പിന്നെ ഭയങ്കര കൂടുതലൊക്കെ പിങ് പിന്നെ ബാക്കിയുള്ള സൈറ്റുകൾക്കും സംഭവത്തിനൊക്കെ പ്രോബ്ലം വരുള്ളൂ. പിന്നെ നമുക്കിപ്പോൾ അടുപ്പിച്ച് ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ കുറയും. അത് ബാൻഡ്വിഡ്ത്ത് ഫുൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പിന്നെ അതേ നോർമലിലേക്ക് വരാൻ ചെറിയ സമയം എടുക്കും. നമുക്ക് ഇനി fast.comൽ നോക്കി നോക്കാം. ഇതിലും ഓൾമോസ്റ്റ് 85-90 അടുത്ത് എത്തിയിട്ട് പിന്നെ കുറഞ്ഞു വരുന്നതാണ്. സെയിം പരിപാടി തന്നെയാണ്.
ഞാൻ ആക്ച്വലി ഇപ്പോൾ നമ്മൾ ടി വിയും കാര്യങ്ങളും ഇതിലിപ്പോൾ 71 വരുന്നുണ്ട് നമുക്ക് ഡൗൺലോഡ് സ്പീഡ്. ഞാൻ ആക്ച്വലി ടി വി ഇതിൽ ലാറ്റൻസി 3 ms വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നത് വീട്ടിൽ നമുക്ക് ടി വിയുടെ സ്മാർട്ട് ടി വി സംഭവം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 4K വീഡിയോ കാണാറുണ്ട്. നമ്മൾ നെറ്റ്ഫ്ലിക്സ് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ പ്രൈം, ഹോട്ട്സ്റ്റാർ, ZEE5 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എനിക്കൊരു പ്രോബ്ലം വന്നിട്ടില്ല. ഇതിൽ അപ്ലോഡിങ് 54 കിട്ടിയത് കേട്ടോ, ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഇനി പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കി. ഇനി നമുക്ക് റിയൽ ടൈം ഡൗൺലോഡ് ടെസ്റ്റും ചെയ്ത് നോക്കാമെന്ന്. നമുക്ക് വിൻഡോസ് 11 ഞാൻ പറഞ്ഞ പോലെ തന്നെ വിൻഡോസ് 11 ഒരു ISO ഫയൽ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഞാൻ ഡൗൺലോഡ് വിൻഡോസ് 11 കൊടുത്തു. അതിൽ തന്നെ നമുക്ക് വിൻഡോസ് ISO ഇമേജ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടോ, വിൻഡോസ് 11 ഡിസ്ക് ഇമേജ് ISO, അത് ഞാൻ സെലക്ട് 11 കൊടുത്തു, ഡൗൺലോഡ് കൊടുത്തു. ഇനി നമുക്ക് ചൂസ് ഇംഗ്ലീഷ് എന്തായാലും ചുമ്മാ കിടക്കട്ടെ. എന്തായാലും ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൺഫേം കൊടുത്തു. 64 ബിറ്റ് തന്നെയാണ്, അത് കൊടുത്തു. ഡൗൺലോഡ് ഞാൻ ആക്ച്വലി നമുക്ക് ഈ ഇൻ്റർനെറ്റ് ഡൗൺലോഡ് ഉണ്ടല്ലോ, അത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് ശരിക്കും നമ്മുടെ സ്പീഡ് ബൂസ്റ്റ് ചെയ്യട്ടെ. പക്ഷേ അത് ഫ്രീ അല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം 5.2 GB ഉണ്ട്. ഇതിൽ കാണിക്കുന്നത് 10 minutes ലെഫ്റ്റാണ് കാണിക്കുന്നത്. നമുക്ക് എത്ര സ്പീഡ് വരെ കിട്ടുമെന്ന് നോക്കാം. 7 MB/s കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 599 സ്പീഡ് 60 MB/s എന്ന് പറയുമ്പോൾ നമുക്ക് പെർ സെക്കൻഡിൽ കിട്ടേണ്ടത് ഓൾമോസ്റ്റ് 6 MB/s തന്നെയാണ്. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫുള്ളി ലെങ്ത്ത് നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്ന് കാണിച്ചു തരാം. നമുക്കൊരു കാൽക്കുലേറ്റർ എടുത്താൽ മതി. ഇവിടെ ശരിക്കും കാൽക്കോടെ പോയി കാൽക്കുലേറ്ററിൽ നമ്മളിപ്പോൾ എത്ര MB/s പ്ലാനാണോ, ഇപ്പോൾ എൻ്റെ 60 MB/s ആണ്. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ അത് ബിറ്റാണ്, 8 ബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഡൗൺലോഡ് സ്പീഡ് കിട്ടും. അപ്പോൾ ഒരു 7.5 MB/s നമുക്ക് ഡൗൺലോഡ് വരുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു നേരത്തെ 7 കിട്ടുന്നത്. നമ്മളിപ്പോൾ ചെറുതായിട്ടൊരു ഡ്രോപ്പൊക്കെ വരും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 7 കിട്ടുന്നുണ്ട്. 6 താഴെ റയറായിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ 6 MB/s ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് സ്പീഡ് നോക്കേണ്ടത്. ശരിക്കും നമ്മുടെ ഈ പ്ലാൻ സ്പീഡ് അല്ല ഡൗൺലോഡ് സ്പീഡ് വരിക. 60 MB/s പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് 60 MB/s ഡൗൺലോഡ് സ്പീഡ് കിട്ടില്ല കേട്ടോ. അങ്ങനെയല്ല നോക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ 100 MB/s പ്ലാൻ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ ആ 12.5 MB/s 1 MB ഡൗൺലോഡ് ആവുക. അപ്പോൾ ഒരു സെക്കൻഡിൽ 12.5 MB/s ഡൗൺലോഡ്. അങ്ങനെയാണ് നമ്മൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതെന്ന് വെച്ചാൽ ബിറ്റും ബൈറ്റിനും ഡിഫറൻസ് ഉണ്ട്. അതാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എമ്പും സ്മോൾ എമ്മിൻ്റെയും ഡിഫറൻസ് ആണത്. ബിറ്റും ബീൻ്റെയും രണ്ടും തന്നെ മെഗാബൈറ്റിൻ്റെ തന്നെ ആ ബിയിലത്തെ ക്യാപ്സിൻ്റെയും സ്മോളിൽ വരേണ്ട ഡിഫറൻസ് ആണത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ ക്യാൻസൽ ചെയ്യും. എനിക്ക് എൻ്റെ ആവശ്യമില്ല ശരിക്കും സത്യം പറഞ്ഞാൽ. ഞാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ്. പിന്നെ നമുക്കിപ്പോൾ വേറെ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ വീഡിയോ എടുത്ത് നോക്കി. അപ്പോൾ അതിന് എന്തായാലും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ലാഗും കാര്യങ്ങളൊന്നും വരില്ല. നമുക്ക് എന്തായാലും ഒരു 4K വീഡിയോ കൂടിയും പ്ലേ ചെയ്ത് നോക്കാം. ലാഗും കാര്യങ്ങളൊന്നും വരില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ നമുക്ക് എന്തായാലും കുറേ പേര് തന്നെ ഇപ്പോൾ നമ്മുടെ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. 4K വീഡിയോ അൾട്ര ഇട്ട് നോക്കാം. നമുക്ക് ഇത് അൾട്ര ഇട്ട് നോക്കാം. ഞാൻ എന്തായാലും നമുക്ക് സൗണ്ട് ഓഫ് ചെയ്ത് വയ്ക്കുകയാണിതാ. അപ്പോൾ തന്നെ ലോഡായി കണ്ടു, ഒരു പ്രശ്നവുമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാണിച്ചു തരാം. ഞാൻ പ്ലേ ബാക്ക് 4K 4K കൊടുത്തിട്ടുണ്ട്. ശരിക്കും എൻ്റെ ഈ മോണിറ്റർ 4K സപ്പോർട്ട് ഇല്ല കേട്ടോ. എന്നാലും 4K ലോഡാവുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം കറക്റ്റായിട്ട് തന്നെ ലോഡായി പോകുന്നുണ്ട്. ഒരു പ്രോബ്ലം ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. 2 year എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 2 year എക്സ്പീരിയൻസ് നമ്മളൊരു എക്സ്ട്രാ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തൊരു പോയി കാണാൻ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ എന്തായാലും നമ്മുടെ റിയൽ ടൈം സ്പീഡ് ടെസ്റ്റ് സക്സസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കാണണമെന്ന് മറക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത്. നമ്മൾ ഫൈബറിൻ്റെയും BSNLൻ്റെയും അതുപോലെ ഓട്ടോമൊബൈൽസിൻ്റെയും അതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഹോം അപ്ലയൻസിൻ്റെയും ടെക്കിൻ്റെയും വീഡിയോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ആക്കാനൊന്നും മറക്കണ്ട. അതുപോലെ നമ്മുടെ ഗീവ് അവേയിൽ പങ്കെടുക്കാത്തവർ പങ്കെടുക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ഫുൾ ലിങ്ക് കിട്ടും. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ലിങ്ക് കിട്ടും, പോയി ഫോളോ ചെയ്യുക. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പേജും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.